നമുക്ക് വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുഃഖകരമായ വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 2 പേരാണ് മരിച്ചത്. ഇപ്പോൾ മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയുടെ മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ 3 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം. വിവരങ്ങളുമായി MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, രാവിലെ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. വിശദാംശങ്ങൾ. തീർച്ചയായും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കൂടുതൽ ആളുകൾ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ഇരിക്കുന്നത് വലിയ ആശങ്ക തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഏതാണ്ട് 10 രോഗികൾ ചികിത്സയിൽ ഇരിക്കുന്നു എന്ന വിവരമാണ് ലഭിച്ചത്. ഇതിൽ ഏറ്റവും ആശങ്ക ഉയർത്തിയത് ഈ 3 മാസം പ്രായമുള്ള ആൺകുഞ്ഞിന്റെ ആരോഗ്യനില തന്നെയായിരുന്നു. 1 മാസം മുമ്പ് കടുത്ത പനിയെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അതിനുശേഷം കുട്ടി പൂർണ്ണ സമയം ഏതാണ്ട് തീവ്ര പരിചരണ വിഭാഗത്തിൽ തന്നെ കഴിയുകയായിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി കുട്ടി മരണത്തിന് കീഴടങ്ങുന്നത്. ഇന്ന് രാവിലെ തന്നെ കുട്ടിയുടെ സംസ്കാരം നടത്തുകയും ചെയ്തു. കേവലം 3 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്ക് എങ്ങനെ രോഗം വന്നു എന്നതാണ് ഈ ആരോഗ്യ പ്രവർത്തകരെയും മറ്റും ആശങ്കയിലാഴ്ത്തിയത്. കാരണം ഈ ജലാശയങ്ങളിലും മറ്റും കുളിക്കുമ്പോൾ മൂക്കിലൂടെയും ചെവിയിലൂടെയും ഒക്കെയാണ് ഈ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരു പൊതുകുളം ഉപയോഗിക്കാനുള്ള സാധ്യത ഈ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം വിരളമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ പരിശോധനകൾ ഇക്കാര്യത്തിൽ നടത്തി. പിന്നീട് ഈ കുട്ടിയുടെ വീടിരിക്കുന്ന സ്ഥലത്തെ കിണറ്റിൽ നിന്നുമുള്ള വെള്ളത്തിൽ നിന്നാണ് ഈ രോഗാണു കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതെന്ന് കണ്ടെത്തി. കുട്ടിയെ കുളിപ്പിച്ചപ്പോൾ ആ രോഗാണു ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പാടത്തോട് ചേർന്ന ഒരു സമതല പ്രദേശത്താണ് ഈ കുട്ടിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ കിണറ്റിലേക്ക് അങ്ങനെയാവാം ബാക്ടീരിയ സാന്നിധ്യം പറ്റുക. ഒപ്പം രോഗപ്രതിരോധ ശേഷി കുറവായതും കുട്ടിക്ക് ഈ രോഗം പകരാനുള്ള കാരണമായി എന്നും പറയുന്നു. എന്തായാലും ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനു മുമ്പാണ് ഇന്നലെ രാവിലെയാണ് മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയുടെ മരണവും സ്ഥിരീകരിക്കുന്നത്. അവർ ഈ പനി ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ മാസം 5-ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവരും പിന്നീട് മരണത്തിന് കീഴടങ്ങിയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആ സ്ത്രീയുടെ അവസ്ഥയും കടന്നുപോയത്. നേരത്തെ താമരശ്ശേരി സ്വദേശിയായ 9 വയസ്സുകാരി സമാനമായ രീതിയിൽ തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ആ കുട്ടി പനി ബാധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും മരണം സംഭവിക്കുമായിരുന്നു. മരണം കഴിഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് ആ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചത്. ആ കുട്ടിയുടെ സഹോദരനും പിന്നീട് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ആ കുട്ടിയും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ കഴിയുകയാണ്. എന്തായാലും വലിയ ഒരു ആശങ്കയാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ഉണ്ടായിരിക്കുന്ന. കനത്ത ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പൊതുകുളങ്ങളും മറ്റും ഉപയോഗിക്കുമ്പോൾ ഈ പ്രതിരോധ മാർഗങ്ങൾ പ്രത്യേകിച്ചും മൂക്കും ചെവി ഒക്കെ മറയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുക. ഒപ്പം ഈ പൊതുകുളങ്ങളിലൊക്കെ ക്ലോറിനേഷൻ കൃത്യമായി നടക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ അധികൃതർ നൽകിയിട്ടുമുണ്ട്. അനീഷ്, ഒരു കാര്യം കൂടി, ഇതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്ര പേർ നിലവിൽ ചികിത്സയിലുണ്ട്? കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഏതാണ്ട് 10-ൽ താഴെ 8-9 എന്നിങ്ങനെയുള്ള നിരക്കിലായിരുന്നു ആളുകൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. ഇതിൽ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികളടക്കമുള്ളവർ ആശുപത്രിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരിൽ ചിലരുടെ നില ഗുരുതരമായി തുടരുമ്പോൾ മറ്റു ചിലരുടെ ആരോഗ്യനിലയിൽ വലിയ കുഴപ്പങ്ങളില്ല എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും ഈ ആദ്യ ദിനങ്ങളിൽ തന്നെ രോഗം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന ഒരു വിലയിരുത്തലാണ് ഈ വിദഗ്ധർക്കുള്ളത്. പലപ്പോഴും ഈ രോഗം ബാധിച്ച് ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് ഇത് തിരിച്ചറിയാൻ കഴിയുന്നത്. ആദ്യം പനിയുടെ ലക്ഷണങ്ങളോടുകൂടി വരുന്നു. പിന്നീട് ആദ്യം പ്രാഥമിക ചികിത്സ വീട്ടിലോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ചെറിയ ആശുപത്രികളിൽ ആരംഭിക്കും. ഇതിനുശേഷമാണ് രോഗാവസ്ഥ ഗുരുതരമാവുന്നത്. ആ സമയത്താണ് പലപ്പോഴും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുകയും ഈ പ്രോട്ടോകോൾ അനുസരിച്ച് പരിശോധന നടത്തുമ്പോൾ ഇത് അമീബിക് മസ്തിഷ്ക ജ്വരം, അതായത് മസ്തിഷ്ക ജ്വരത്തിന്റെ സമാനമായ ലക്ഷണങ്ങളാണ് പ്രകടമാവുന്നത്. ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് തലച്ചോറിന് ആണ് കാര്യമായി ബാധിക്കുന്നത്. ഒരു മസ്തിഷ്ക ജ്വരത്തിന്റെ സമാനമായ ലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഈ ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമ്പോഴാവും ആളുകൾ ആശുപത്രിയിൽ എത്തുക, അല്ലെങ്കിൽ ആശുപത്രിയിലെത്തി ഗുരുതരാവസ്ഥയിലായ ശേഷമാവും ഈ രോഗാവസ്ഥ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ രോഗം ഗുരുതരാവസ്ഥയിലാവുന്ന കൂടുതൽ ആളുകളും
മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾ പരിശോധിച്ചാൽ രോഗം ബാധിച്ചവർക്ക് ആ രോഗം ഭേദമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഉയർന്ന മരണനിരക്കുള്ള ഒരു രോഗം കൂടിയാണുള്ളത്. ഒപ്പം ഈ വെള്ളത്തിൽ, ഈ പൊതുകുളങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലൊക്കെ ഈ രോഗാണുവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും ആരോഗ്യനിലയിലെ വ്യത്യാസം അനുസരിച്ചാവും ഓരോ ആളുകളിലും ഇതിന്റെ ഒരു പ്രഹരശേഷി. അതായത് അനുകൂലമായ സാഹചര്യത്തിൽ ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലേക്ക് കയറുകയും അവിടെ പെട്ടെന്ന് ഈ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അല്ലെങ്കിൽ തലച്ചോറിനെ കീഴടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതിരോധം കുറഞ്ഞ, താരതമ്യേന ദുർബലരായ പ്രതിരോധ സംവിധാനങ്ങളുള്ള ആളുകളെയാണ് പെട്ടെന്ന് ഇത് ബാധിക്കുക എന്ന് മനസ്സിലാവുന്നു. ഒരേ വീട്ടിലെ തന്നെ ഒരുപാട് പേർ ഈ വെള്ളം ഉപയോഗിച്ചാലും അവർക്ക് ബാധിക്കണമെന്നില്ല. പ്രത്യേകിച്ചും ഈ ഓമശ്ശേരിയിലെ 3 മാസം പ്രായമുള്ള കുട്ടിയുടെ കേസ് പരിഗണിച്ചാലും ആ കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചെങ്കിലും ആ വീട്ടിലെ മറ്റ് ആളുകൾക്ക് ആ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. മാതാപിതാക്കൾക്കൊന്നും രോഗമില്ലാതെ പലതവണ പരിശോധന നടത്തി തെളിഞ്ഞതാണ്. പക്ഷേ താമരശ്ശേരിയിലെ പരിശോധിച്ചാൽ 9 മാസം പ്രായമുള്ള കുട്ടിക്ക് രോഗം സ്ഥിരീകരിച്ചു. പിന്നീട് കുട്ടിയുടെ സഹോദരന് രോഗം സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് രണ്ടുപേരുടെ പ്രതിരോധം തകർക്കാനും അവിടെ രോഗാണു കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ പ്രായ വ്യത്യാസങ്ങളൊക്കെ തമ്മിൽ ഉള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. എന്തായാലും വലിയ അപകടകരമായി മാറുന്ന ഒരു രോഗമായി തന്നെ കേരളത്തിൽ വന്നിരിക്കുന്നു. നേരത്തേക്ക് ഒറ്റപ്പെട്ട നിലയിൽ 1-2 കേസുകളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപൂർവമായ മരണങ്ങളും ഒരു അപൂർവ രോഗം എന്ന രീതിയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പൊതുവായി എത്തുന്ന ഒരു രോഗമായി സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു രോഗമായി മാറുന്നു. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ ഇത് സ്ഥിരീകരിക്കുന്നതിൽ ഒരു താമസം ആയിരിക്കാം കൂടുതൽ കേസുകൾ കണ്ടുപിടിക്കാതിരുന്നത്. കാരണം ഈ പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിലെത്തി മരിക്കുമ്പോൾ ഒരുപക്ഷെ പനി മരണം എന്ന പട്ടികയിലാണ് ഇത് പെടുത്തിയിരുന്നത്, അല്ലെങ്കിൽ പനി ബാധിച്ച ഒരാൾ മരിച്ചു എന്ന രീതിയിലാണ് ഇത് പെടുത്തിയിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഈ പ്രോട്ടോകോളുകൾ, സിസ്റ്റം ഓഫ് പ്രൊസീഡിങ്സ് ഒക്കെ മാറിയതുകൊണ്ട് തന്നെ ആവാം ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരിച്ചതെന്ന് തിരിച്ചറിയാൻ കഴിയും, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു ചികിത്സ നൽകി രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെ കഴിയുന്നതും. എന്തായാലും അങ്ങേയറ്റം അപകടകരമായ ഒരു രോഗിയാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞാൽ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും രക്ഷപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ട് താനും. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. 24 മണിക്കൂറിനിടെ 2 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. മലപ്പുറം കാപ്പിൽ സ്വദേശിയായ 52 വയസ്സുകാരിയും 3 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ 2ാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രതിരോധം, ഊർജ്ജ ബന്ധങ്ങൾ, റഷ്യ-യുക്രൈൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. അമേരിക്കയുമായുള്ള ബന്ധം ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. സുവി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരുകയാണ്. സുവി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഉഭയകക്ഷി ചർച്ചയാണ്. ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശം. ആര്യ, ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ചൈനയിലെ ടിയാൻജിനിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ 2ാം ദിവസമാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിലാണ് കൂടിക്കാഴ്ച. രാവിലെ 9 മണിയോടുകൂടി ഈ കൂടിക്കാഴ്ച ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായേക്കുമോ എന്ന സൂചനയും ഉണ്ട്. ഏതായാലും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിച്ച സാഹചര്യത്തിൽ പുടിനുമായി മോദി നടത്തുന്ന കൂടിക്കാഴ്ചയെ ലോകം ഏറെ ഉറ്റുനോക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ ഒരു തീരുമാനം? പ്രത്യേകിച്ചും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തീരുവ 50% ട്രംപ് വർദ്ധിപ്പിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇവയെല്ലാം തന്നെ ഈ ഉച്ചകോടിക്കിടെ ചർച്ചയാകുമോ എന്നും നോക്കിക്കാണേണ്ടതാണ്. പ്രധാനമായും ഊർജ്ജ സംരക്ഷണം, പ്രതിരോധം, നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ഈ കൂടിക്കാഴ്ച ഉണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഉച്ചകോടിയിൽ
ചർച്ചയാകും. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. റഷ്യയുമായുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ സംഭവിക്കുകയും 50% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ഇത് നേരിടാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോവുകയും അതിനെ തുടർന്ന് റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയും ചെയ്തിരുന്നു. അടുത്തിടെ 2 തവണയാണ് മോദി പുടിനുമായി സംസാരിച്ചിരുന്നത്. ഈ സംസാരത്തിലെല്ലാം തന്നെ ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇത് ആദ്യമാണ്, അതായത് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഉച്ചകോടി നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2024 പുടിനും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അത് ബ്രിക്സ് ഉച്ചകോടിക്കിടെയായിരുന്നു. ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്ലീനറി സെഷന് ശേഷമാണ് മോദി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുക. കൂടുതൽ സഹകരണം, അതായത് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ സഹകരണം ഉണ്ടാക്കുക എന്നതാണ് ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ റഷ്യ-യുക്രൈൻ ചർച്ചയും യുക്രൈൻ യുദ്ധവും ഇതിൽ ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഈ റഷ്യ-യുക്രൈൻ ചർച്ചയിൽ ഇത് സംബന്ധിച്ച് ഒരു യുദ്ധത്തിൽ ഇതുവരെയും ഇന്ത്യ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇരു രാജ്യങ്ങളോടും പരസ്പരമുള്ള ഒരു ബന്ധം എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ പോകുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ്. ആര്യ, തീർച്ചയായും സുവി വിശ്വനാഥനാണ് വിവരങ്ങളുമായി ചേർത്തത്. എന്തായാലും പുതിയ ലോകക്രമത്തിന് തുടക്കമാവുകയാണോ എന്നുള്ള ചർച്ചകളാണ് ഈ ലോകരാഷ്ട്രീയത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധവും കൂടുതൽ സുദൃഢമാകുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും ഉച്ചകോടികളും നടക്കുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളാണ് ലോകരാഷ്ട്രീയത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് പട്നയിൽ സമാപനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമാപന റാലി ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെല്ലാം സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകും. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ശക്തി പ്രകടനമായി മാറാൻ പോവുകയാണ് ഈ സമാപന റാലിയും സമ്മേളനവും, അല്ലേ? അതെ ആര്യ, കാരണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത മാസം. അതായത് ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ പ്രഖ്യാപനമുണ്ടാകും. ഇന്ന് 1-ാം തീയതിയാണ് പ്രഖ്യാപനം. ഈ മാസം തന്നെ ബീഹാറിൽ ഉണ്ടാകും. അതിനു മുൻപാണ് വോട്ട് ചോർച്ച, വോട്ട് കൊള്ളടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യാത്ര നടത്തിയത്. ആ യാത്ര ഏതാണ്ട് 2 ആഴ്ചയിലധികം സംസ്ഥാനത്തെ പര്യടനം നടത്തി. പ്രത്യേകിച്ച് 110 മണ്ഡലങ്ങൾ, 25 ജില്ലകളിലായി 110 മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര കടന്നുപോയത്. ഏതാണ്ട് 1300 കിലോമീറ്റർ ഇത് കടന്നു പോവുകയും ചെയ്തു. ഈ യാത്രയിലുടനീളം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം ബീഹാറിലെ വോട്ട് കൊള്ള തന്നെയാണ്. പ്രത്യേകിച്ച് SIR, അതായത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ബീഹാറിലെ 65 ലക്ഷം പേരുടെ ആളുകളുടെ വോട്ടവകാശം ഇല്ലാതാകുന്നു. അത് വോട്ട് കൊള്ളയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് റാലി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം 2005 മുതലുള്ള ബീഹാറിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നിതീഷ് കുമാർ തന്നെയാണ് ഭൂരിഭാഗം സമയങ്ങളിലും മുഖ്യമന്ത്രി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും നേതാവാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അവർക്ക് നഷ്ടപ്പെട്ടത് 15 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പട്നയിൽ നടക്കുന്ന സമാപന സമ്മേളനം അതൊരു ഇന്ത്യ സഖ്യത്തിനെ ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് തീരുമാനം. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യാത്രയിൽ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയാണ് ഈ യാത്ര നയിച്ചത്. KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകും. ഈ യാത്രയിലുടനീളം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കൾ, ഒന്ന് ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവായ, ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ പാർട്ടിയായ RJD നേതാവ് തേജസ്വി യാദവാണ്. ഒപ്പം CPML നേതാവ് ദിബാങ്കർ ഭട്ടാചാര്യ ഈ യാത്രയിലുടനീളം ഉണ്ടായിരുന്നു. ഒപ്പം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനൊപ്പമുള്ള VIP എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവായ, അതിൻ്റെ തലവനായ മുകേഷ് സാഹ്നിയും ഈ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ യാത്രയിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വോട്ട് കൊള്ള നടത്തുന്നവർ, വോട്ട് കള്ളൻ, അത് അധികാരമൊഴിയുക, സീറ്റ് ഒഴിയുക എന്ന മുദ്രാവാക്യമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നത്. ഒപ്പം
തൊഴിലില്ലായ്മ എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും ഈ യാത്രയിലുടനീളം ഇന്ത്യ സഖ്യത്തിന് രാഹുൽ ഗാന്ധിക്കും നേതാക്കൾക്കും സാധിക്കുകയും ചെയ്തു. കാരണം വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണം നടത്തുമ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അവിടെ എത്തിക്കാനും ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. കാരണം രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം അവിടെ എത്തി. MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം അവിടെ എത്തുകയും ചെയ്തു. കാരണം തൊഴിൽ തേടി ബീഹാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ദക്ഷിണേന്ത്യയിലേക്കാണ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ അവരുടെ വോട്ടാണ് നഷ്ടമാകുന്നത്. അപ്പോൾ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളും ഇതുമോട് ചേർത്ത് വെച്ചുകൊണ്ടൊരു പ്രചാരണം നടത്താനും ഇന്ത്യ സഖ്യത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഗാന്ധി പാർക്ക് മൈതാനത്ത് നിന്ന് അംബേദ്കർ പാർക്കിലേക്ക് ഒരു പദയാത്രയുണ്ട്. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഈ സമാപന സമ്മേളനം ആരംഭിക്കുകയും ചെയ്യുക. ആര്യ. CR രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുകയാണ്. ജമ്മു കശ്മീരിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശനം നടത്തും. പഞ്ചാബിലടക്കം പ്രളയക്കെടുതി തുടരുകയാണ്. വലിയ നാശമാണ് ഈ മേഖലയിൽ ഉണ്ടായത്. വിവിധ സേനകൾ രക്ഷാദൌത്യം തുടരുകയാണ്. ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നാശം വിലയിരുത്താൻ അന്തർ മന്ത്രാലയ സംഘങ്ങളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ദുരന്തബാധിത മേഖല സന്ദർശിച്ച് സംഘം റിപ്പോർട്ട് തയ്യാറാക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിൽ നിന്ന് ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാനാണ് 2 പരാതിക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇവരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷം രാഹുലിനെതിരെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയ 3 യുവതികളുടെയും മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം CPM നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും തുടർ നിയമ നടപടികൾക്കായി പോലീസിനെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകൾക്ക് 50 രൂപ 50 പൈസയാണ് കുറച്ചത്. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നതോടെ കൊച്ചിയിൽ 1587 രൂപയാണ് പുതിയ നിരക്ക്. എന്നാൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയത്തിനെതിരായ പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. E20 പെട്രോൾ മാത്രം നൽകുന്നത് ലക്ഷക്കണക്കിന് വാഹന ഉടമകളുടെ അവകാശം ലംഘിക്കുന്നതിന് തുല്യമെന്നാണ് വാദം. എത്തനോൾ കലർത്തിയ പെട്രോൾ അടിക്കുന്നത് പഴയ വാഹനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനായത് പെട്രോളിൽ 20% എത്തനോൾ കലർത്തുന്ന E20 നയം കേന്ദ്രം ഏർപ്പെടുത്തിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേരള സാങ്കേതിക സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിനായി സർക്കാർ പ്രതിനിധികളെ അയക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് താൽക്കാലിക VC K ശിവപ്രസാദ് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. സിൻഡിക്കേറ്റ് യോഗത്തിൽ സർക്കാർ പ്രതിനിധികളെ അയക്കുമോ എന്നതിൽ നിലപാട് ഇന്നറിയിക്കാൻ സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. തർക്കം ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ നമ്മളിനി ഓണവിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഇന്ന് തൃക്കേട്ട. ഓണക്കാലത്ത് ഭക്ഷ്യവസ്തുക്കൾക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ സപ്ലൈകോ പട്ടാമ്പിയിലും ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചു. ഉത്രാട ദിനം വരെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം. വെളിച്ചെണ്ണ ഉൾപ്പെടെ 13 ഇനങ്ങൾ സബ്സിഡി നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും. പൂക്കളമൊരുക്കാൻ കുട്ടിക്കൂട്ടുകാർക്ക് ഇനി നേരെ സ്കൂളിലേക്ക് വിട്ടാൽ മതി. 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി പൂന്തോട്ടം ഒരുക്കി മലപ്പുറത്തെ ചാലിയാറിലെ ഇടവണ്ണ GLP സ്കൂള്. സ്കൂൾ വളപ്പിലാണ് ഓറഞ്ച്, മഞ്ഞ കളറുകളിൽ ചെണ്ടുമല്ലികൾ വിളഞ്ഞു നിൽക്കുന്നത്. 100 മേനി വിളവുമായി ചാലിയാറിന്റെ ഇത്തവണത്തെ ഓണപ്പൂക്കളങ്ങൾക്ക് ഈ ചെണ്ടുമല്ലികൾ നിറമേകും. ചെണ്ടുമല്ലിപ്പൂക്കളുടെ സ്വർഗ്ഗപ്പൂന്തോപ്പാണ് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂൾ വളപ്പിൽ തയ്യാറായിട്ടുള്ളത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലായി 2 ഇനം ചെണ്ടുമല്ലികൾ സ്കൂൾ വളപ്പിലെ 1 ഏക്കർ പൂന്തോട്ടത്തിൽ വിളഞ്ഞു നിൽക്കുന്നു. ഇത്തവണ ഓണപ്പൂക്കളങ്ങൾക്ക് മറുനാടൻ പൂക്കൾ വേണ്ടെന്ന ആശയത്തിൽ നിന്നാണ് സ്കൂളിന്റെ 1 ഏക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി നടത്താനുള്ള തീരുമാനമുണ്ടായത്.
ചാലിയാർ കുടുംബശ്രീയിലെ മുല്ല JLP ഗ്രൂപ്പ് സ്കൂൾ അധികൃതരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് കൂടെ നിന്നപ്പോൾ പിറന്നത് അതിമനോഹര പൂന്തോട്ടവും. ഇവർക്കൊപ്പം ചാലിയാർ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പ് ജീവനക്കാരും പങ്കാളികളായി. ചാലിയാർ കൃഷിഭവന്റെ നിരന്തരമായ മോണിറ്ററിംഗിലൂടെ നമ്മൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും കീടനാശിനികളും ഒക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള സബ്സിഡി സഹായങ്ങൾ വാങ്ങാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ജൂൺ 23-നാണ് ചെണ്ടുമല്ലിയുടെ വിത്ത് പാകിയത്. വിത്തിട്ട് 60 ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം പൂക്കൾ വിളവെടുപ്പിനൊരുങ്ങി. ഇന്ന് 100 മേനി വിളവുമായി ചെണ്ടുമല്ലി പൂക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് സ്കൂൾ വളപ്പ്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. ആവശ്യക്കാർക്ക് കുടുംബശ്രീ അംഗങ്ങൾ തന്നെ പൂക്കൾ എത്തിച്ചു നൽകും. മഞ്ഞ ചെണ്ടുമല്ലി കിലോയ്ക്ക് 180 രൂപയും റോസ് ചെണ്ടുമല്ലിക്ക് 160 രൂപയുമാണ് വില. ഇപ്പൊ ഈ ഓണക്കാലം കൂടി ആകുമ്പോൾ ഇതിന് നല്ലൊരു വിപണി കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ സ്കൂളിനായാലും കുടുംബശ്രീക്കായാലും ഒരു വരുമാനം നൽകാനും കിട്ടാനും, അതേപോലെ പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു മല്ലിക ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പം ഇതിന് പുറകിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അത്തനാളിൽ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിൽ പൂക്കൾ പറിച്ചെടുത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം, കുട്ടികളും അധ്യാപകരും കൃഷിവകുപ്പ് ജീവനക്കാരും കുടുംബശ്രീ അംഗങ്ങളും PTA, MTA അംഗങ്ങളുമെല്ലാം വിളവെടുപ്പിൽ പങ്കാളികളായി. വിളവെടുപ്പ് ഉത്സവം ചാലിയാർ കൃഷി ഓഫീസർ KT ഷബ്ന യാസ്മിൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 തിരൂർ. നമുക്ക് മിടിമിടുക്കിയായ ഒരു കർഷകയെ പരിചയപ്പെടാം. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്ത് നെയ്യാറ്റിങ്കര സ്വദേശിനി വെള്ളറട സ്വദേശിനി ശ്രീകലയാണ് ഓണക്കാലത്തെ വരവേൽക്കാൻ പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്തത്. ഉപയോഗിക്കാതെ കിടന്ന ഒരേക്കറിലധികം ഭൂമി കൃഷിയോഗ്യമാക്കിയാണ് കൃഷി ഇറക്കിയത്. ഓണത്തിന് വിഷരഹിത പച്ചക്കറികളും പൂക്കളും ഒരുക്കണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു പ്രേരണ. പഞ്ചായത്തിലെ മികച്ച കർഷക എന്ന അംഗീകാരം ഉൾപ്പെടെ ലഭിച്ച ശ്രീകലയുടെ കൃഷിയിടത്തിൽ മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലെ ബന്ദിപ്പൂക്കളും തലയെടുപ്പോടെ നിൽക്കുന്നു. 1300-ലധികം ബന്ദിത്തൈകളാണ് ഇത്തവണ നട്ടത്. പഞ്ചായത്തിലെ കള്ളിമൂട് വാർഡംഗം കൂതാളി ഷാജിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും ഇവർക്ക് കിട്ടി. അത്തം തുടങ്ങിയപ്പോൾ തന്നെ പ്രദേശത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രാദേശിക ക്ലബ്ബുകളിലെ അംഗങ്ങളും പൂ വാങ്ങാനെത്തുന്നുണ്ട്. തോവാളയിലും കാഞ്ഞിരംകുളത്തെ കൊച്ചു തോവാളയിലും ലഭിക്കുന്നതിലും കുറഞ്ഞ നിരക്കിൽ ശ്രീകലയ്ക്ക് പൂ നൽകാൻ കഴിയുന്നുണ്ട്. ഓണസദ്യയ്ക്ക് വിഷരഹിത പച്ചക്കറികൾ എന്ന ആശയത്തിലാണ് പച്ചക്കറി കൃഷി ചെയ്തത്. വെണ്ട, കത്തിരി, തക്കാളി, വഴുതിന, പച്ചമുളക് തുടങ്ങിയവയും സമൃദ്ധമായി വിളഞ്ഞു നിൽപ്പുണ്ട്. കൃഷിഭവന്റെ കൂടെ സഹായത്തോടുകൂടെ ഇത് ജൈവ പച്ചക്കറി ആയതുകൊണ്ട് അനേകം ആവശ്യക്കാരുണ്ട്. വില പോലും ആരും അന്വേഷിക്കാതെയാണ് ഞങ്ങളുടെ ഈ പച്ചക്കറി വാങ്ങുന്നതിന് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവർക്കും അത്തപ്പൂക്കളത്തിനുള്ള പൂക്കളും കൂടെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കൃഷിഭവന്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. വേപ്പം പിണ്ണാക്ക്, ഗോമൂത്രം, ഉണക്കച്ചാണകം, പച്ചക്കറി കമ്പോസ്റ്റ് തുടങ്ങിയവ ഉപയോഗിച്ചാണ് കൃഷി. പച്ചക്കറികളും പൂവും ഇടകലർത്തിയുള്ള കൃഷിയായതിനാൽ കീടങ്ങളുടെ ശല്യവും കുറഞ്ഞു. ഇത്തരത്തിൽ സമ്മിശ്ര കൃഷി ചെയ്താൽ നേട്ടമുണ്ടാക്കുമെന്ന് ശ്രീകല പറയുന്നു. ഓണത്തിനു ശേഷം കൃഷിഭവന്റെ സഹായത്തോടെ സൂര്യകാന്തി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ. ന്യൂസ് 18 തിരുവനന്തപുരം. കാലാവസ്ഥ ചതിച്ചെങ്കിലും അതിജീവനത്തിന്റെ പൂക്കളുമായി ഓണത്തെ വരവേൽക്കാനൊരുങ്ങി പൂപ്പാടങ്ങൾ. തൊടുപുഴയ്ക്കടുത്ത് ഉടുമ്പന്നൂരിന്റെ പൂന്തോട്ടങ്ങളിൽ നിന്ന് ഓണത്തിന് ഇക്കുറിയും പൂവിളി ഉയരും. കാലം തെറ്റിപ്പെയ്ത മഴയും കടുത്ത വെയിലും വിളവ് കുറച്ചെങ്കിലും തളരാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു കർഷകർ. കഴിഞ്ഞ വർഷവും ഉടുമ്പന്നൂരിൽ കർഷകർ പൂപ്പാടമൊരുക്കിയിരുന്നു. എന്നാൽ ഇത്തവണ പ്രതികൂല കാലാവസ്ഥ കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണത്തെ വിളവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കനത്ത മഴയെ അതിജീവിച്ച ചെണ്ടുമല്ലി തൈകളെ പരിപാലിച്ച് വസന്തം വിരിയിച്ചിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ. 14,000 തൈകൾ നട്ട് മികച്ച വിളവെടുത്ത് വിൽപ്പന നടത്തിയ കഴിഞ്ഞ വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് ഇത്തവണ 20,000 തൈകൾ കർഷകർ നട്ടത്. 5 രൂപയുടെ തൈകൾ പഞ്ചായത്തിന്റെ സബ്സിഡിയോടെ കർഷകർക്ക് 1.25 രൂപയ്ക്കാണ് നൽകിയത്. ഹെക്ടർ ഒന്നിന് 16,000 രൂപ നിരക്കിൽ കൂലി, ചെലവിന് സബ്സിഡിയും നൽകി. വിവിധ കൃഷിക്കൂട്ടങ്ങളുടെയും കുടുംബശ്രീ ഗ്രൂപ്പുകളുടെയും നേതൃത്വത്തിൽ 19 ഇടങ്ങളിലാണ് ഇവർ കൃഷി ഇറക്കിയത്. വിവിധ പ്രദേശങ്ങളിൽ നടന്ന വിളവെടുപ്പിന് പഞ്ചായത്ത് പ്രസിഡന്റ് M ലതീഷ് നേതൃത്വം നൽകി. ഈ വർഷം നമ്മൾ കൃത്യസമയത്ത് തന്നെ കൃഷി ആരംഭിച്ചെങ്കിലും വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. അടഞ്ഞ മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞ് കഠിനമായ വെയിൽ 3-4 ദിവസം ഉണ്ടായി. ഇപ്പോൾ കുറേ ചെടികൾ ചീഞ്ഞു പോവുകയും ബാക്കിയുള്ള കുറേ കരിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷം എല്ലാം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും
ഇവിടെ ഈ പാടത്ത് നമ്മൾ പരിപാലിച്ച കുറേയേറെ ചെടികളിൽ മികച്ച നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിലാണ് ഹെക്ടറിന് 16,500 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പൂക്കൃഷി ആരംഭിച്ചത്. തൈ ഒന്നിന് 5 രൂപ വിലയുള്ള തൈക്ക് കർഷകരിൽ നിന്ന് 1.5 രൂപ മാത്രം ഈടാക്കിക്കൊണ്ട് അവിടെ സബ്സിഡി കൊടുത്ത് നമ്മൾ തൈകൾ വാങ്ങി നൽകുകയായിരുന്നു. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമം എന്നുള്ള നിലയിലും ഒരു പുഷ്പഗ്രാമമായും കൂടി ഉടുമ്പന്നൂരിനെ മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. 1000 കിലോയോളം പൂക്കളാണ് കഴിഞ്ഞ തവണ ഉടുമ്പന്നൂരിൽ വിൽപ്പന നടത്തിയത്. പക്ഷേ ഇത്തവണ കാലം തെറ്റിപ്പെയ്ത കനത്ത മഴയും പിന്നീടുണ്ടായ ചൂടും വില്ലനായി. വിളവ് പകുതിയോളം കുറഞ്ഞു. എങ്കിലും നിരാശരാകാതെ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും പിന്തുണയോടെ ശേഷിച്ച പൂപ്പാടങ്ങളിൽ വിളവെടുത്തു തുടങ്ങി. 1 കിലോ പൂവിന് 200 രൂപയ്ക്കാണ് ഇവരുടെ വിൽപ്പന. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വളാഞ്ചേരിയിലെ ടീം ആർട്ട് ഫിറ്റ്നസ് ജിമ്മിൽ ഓണം ആഘോഷിച്ചു. പതിവ് വ്യായാമ മുറകൾക്ക് അവധി നൽകി വർണ്ണാഭമായ പൂക്കളവും കേരളത്തനിമയുള്ള വസ്ത്രങ്ങളും ഓണസദ്യയും ഒക്കെ ആയിട്ടായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. മലപ്പുറം വളാഞ്ചേരി ടീം ആർട്ട് ഫിറ്റ്നസ് ജിമ്മിൽ പൂക്കളമൊരുക്കിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. നിറപ്പകിട്ടാർന്ന പൂക്കൾ കൊണ്ടൊരുക്കിയ പൂക്കളം ജിമ്മിന് വേറിട്ട അന്തരീക്ഷം സമ്മാനിച്ചു. ജിം പരിശീലകരും അംഗങ്ങളും പരമ്പരാഗത വേഷങ്ങളായ മുണ്ടും സെറ്റ് സാരിയും ഒക്കെ ധരിച്ചെത്തിയത് ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. വടംവലി, കസേരകളി എന്നിവയ്ക്കൊപ്പം പുരുഷന്മാർക്കായി പുഷപ്പ് മത്സരവും സ്ത്രീകൾക്കായി പ്ലാൻ ചലഞ്ചും സംഘടിപ്പിച്ചു. 1, 2, 3, 4, 5, 6, 7, 41, 42, 43, 44, 45, 46. ഓണസദ്യയായിരുന്നു ആഘോഷങ്ങളിലെ പ്രധാന ആകർഷണം. ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുന്നതിനൊപ്പം നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ആഘോഷം കാണിച്ചു തരുന്നത്. ന്യൂസ് 18 തിരൂർ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ ഓണാഘോഷത്തിന്റെ ഒരു വൈബിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു ജിമ്മിലെ ആഘോഷം കണ്ടു. ഇനി നീന്തലിനെ സ്നേഹിക്കുന്ന കൂട്ടായ്മയുടെ ഒരു ഓണാഘോഷ പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വളാഞ്ചേരി കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് വർണ്ണാഭമായ ഓണാഘോഷം സംഘടിപ്പിച്ചത്. കണ്ടിട്ട് വരാം. വളാഞ്ചേരിയിൽ നീന്തലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഓണാഘോഷവും സൗഹൃദ വിരുന്നും സംഘടിപ്പിച്ചു. പൂക്കളവും ഓണപ്പാട്ടും മാവേലിയും ഓണത്തപ്പനും തൃക്കാക്കരയപ്പനുമൊക്കെയായി ആഘോഷം വർണ്ണാഭമായി. വളാഞ്ചേരി നഗരസഭാധ്യക്ഷനും സ്വിമ്മിംഗ് ക്ലബ് അംഗവുമായ അഷ്റഫ് അമ്പലത്തിങ്ങൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണി മുഖ്യാതിഥിയായി. CCTV സ്വിച്ച് ഓൺ കർമ്മവും തടയണയുടെ ഉദ്ഘാടനവും ഓണാഘോഷത്തിനിടെ നടന്നു. തുടർന്ന് സൗഹൃദ വിരുന്നോടെയാണ് പരിപാടി അവസാനിച്ചത്. കറ്റട്ടിക്കുളം പ്രദേശം മൊത്തം അലങ്കരിച്ചും ആകമൊത്തം വളരെ ഭംഗിയായിട്ടാണ് നടന്നത്. ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ രണ്ടത്താണിയെ കിട്ടിയിരുന്നു. ഒരുപാട് സഹൃദരായിട്ടുള്ള ആളുകൾ, ഡോക്ടർ മുഹമ്മദ് അലി, അതുപോലെ തന്നെ ഡോക്ടർ ദീപു ജേക്കബ്, പിന്നെ സദാനന്ദൻ കോട്ടീരി കൗൺസിലർ, അങ്ങനെ നിരവധി പേര്, VPM മുഹമ്മദ് സാലി, ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും ഒരു സൗഹൃദ കൂട്ടായ്മ, ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ കൂട്ടായ്മയായിട്ട് ഈ കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ് വളർന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. വളാഞ്ചേരി കറ്റട്ടിക്കുളം കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നീന്തലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ്. എല്ലാ ദിവസവും കൂട്ടായ്മ ഒത്തുകൂടാറുണ്ട്. സമയാസമയങ്ങളിൽ കറ്റട്ടിക്കുളം ശുചീകരിച്ചും വിവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചും ഇവർ സാമൂഹ്യ മേഖലയിൽ സജീവമാണ്. ന്യൂസ് 18 തിരൂർ. പൂഴിമണ്ണിൽ കടൽക്കാറ്റേറ്റ് സൂര്യനെ നോക്കിച്ചിരിക്കുന്ന സൂര്യകാന്തിത്തോട്ടം അങ്ങ് തമിഴ്നാട്ടിലൊന്നുമല്ല, ഇങ്ങ് നമ്മുടെ തലസ്ഥാനത്തെ തുമ്പയിലാണ്. സെന്റ് സേവിയേഴ്സ് കോളേജ് കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ നടക്കുന്ന ആരവം പുഷ്പ കാർഷിക മേളയിലാണ് ഈ മനോഹര കാഴ്ച. 6 ഏക്കറിലായി വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ, ഒപ്പം പല നിറത്തിലുള്ള ജമന്തിയും മറ്റു പൂക്കളും ഒക്കെ ഉണ്ട്. കണ്ടിട്ട് വരാം. ഓണമിങ് എത്താറായി. ഓണത്തിന് പൂക്കളമിടാൻ കുറച്ച് പൂക്കൾ വാങ്ങാനും സദ്യവട്ടങ്ങൾക്ക് അല്പം പച്ചക്കറികൾ വാങ്ങാനും ഒപ്പം
കുടുംബമൊത്ത് സൂര്യകാന്തി തോട്ടത്തിൽ കുറച്ച് ഫോട്ടോഷൂട്ട് നടത്താനും തിരുവനന്തപുരത്തുകാർക്ക് ഇനി തുമ്പയിലേക്ക് വന്നാൽ മതി. തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ആരവം പുഷ്പകാർഷിക മേളയിലെ വിശേഷങ്ങൾ നോക്കാം. നേർത്ത കടൽക്കാറ്റ്, ഇളം സൂര്യപ്രകാശം, വന്നവരൊക്കെയും കണ്ണഞ്ചിപ്പിക്കുന്ന ശോഭയിൽ ഒരു പൂപ്പാടം. കാണുന്നവർക്ക് കണ്ണും മനസ്സും ഒരുപോലെ നിറയും. ഏക്കറിലൊരുക്കിയ പ്രദർശനത്തോട്ടത്തിൽ 30,000 സൂര്യകാന്തി പൂക്കൾ, 20,000-ത്തിലധികം ജമന്തി പൂക്കൾ, ചെണ്ടുമല്ലിക പൂക്കളും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് വാടാമല്ലിയും കാണാം. ഇവ കാണാനും ചിത്രങ്ങൾ പകർത്താനും ഒപ്പം ഇവ വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നാടൻ എന്ന യുവ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കോളേജിലെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്നത്. പുതുതലമുറയിൽ കാർഷിക രംഗത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഫാം പ്രവർത്തിക്കുന്നത്. 2020 മികച്ച കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയായ സുജിത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി. 8 വർഷമായി സുജിത്ത് പൂക്കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് ആരവം 2023. അതിന്റെ മോന്റെ പേര് ആരവം എന്നാണ്. മോന് വേണ്ടി ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത് 2023 സംസ്ഥാന സർക്കാർ നിർമ്മിച്ച കർഷക സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പച്ചക്കറി കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൂഴി മണ്ണിൽ കടലിൽ ഏകദേശം 500 മീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മളിൽ ഏകദേശം നല്ല ഓർഗാനിക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മേള ഇങ്ങനെ പബ്ലിക്കിന് ഓപ്പൺ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മുടെ പുതുതലമുറ കൃഷിയുടെ പല കാര്യങ്ങൾ, നമ്മുടെ മെക്കനൈസേഷനുള്ള ഇറിഗേഷൻ എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃഷിക്ക് നല്ലൊരു എന്താ പറയുക ജനങ്ങൾക്ക് ഒരു സ്വീകാര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ സാധാരണ കർഷകരുടെ നമ്മൾ പഴയ മിഷനും ഡ്രസ്സും കാര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ പബ്ലിക്കിനും യങ്സ്റ്റേഴ്സിനും ചെയ്യാൻ 2 വ്യത്യസ്തമായ ചോളങ്ങൾ, 5 വെറൈറ്റിയിലുള്ള തണ്ണിമത്തൻ, ഷമാം, തക്കാളി, പച്ചമുളക്, മത്തൻ, കുമ്പളം, പടവലം തുടങ്ങിയ 20ഓളം പച്ചക്കറി കൃഷിയും ഇവിടെ നടക്കുന്നു. ഇവയുടെ വിൽപ്പനയുമുണ്ട്. ഈ ഓണക്കാലത്ത് റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും സ്ഥലം തപ്പി നടക്കുന്നവർക്ക് മികച്ചൊരു ഇടം കൂടിയാണ് ഈ പൂപ്പാടം. ന്യൂസ് 18 തിരുവനന്തപുരം. തൊഴിലിന് താൽക്കാലിക അവധി നൽകി കൃഷിക്കാരനായ ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പച്ചക്കറി കൃഷിക്കാരനായ രാജേഷ് ഇപ്പോൾ പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയാണ്. ഓണത്തിനുള്ള പച്ചക്കറികൾ വിളവെടുപ്പിന്റെ തയ്യാറെടുപ്പിലാണ്. കൊല്ലത്തെ കർഷകനായ രാജേഷിന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. അധ്വാനം കൊണ്ട് മണ്ണിൽ പൊന്നു വിളയിച്ച ജൈവ കർഷകൻ രാജേഷ് ഏറെക്കാലത്ത് അധ്വാനം ഫലം കണ്ട സന്തോഷത്തിലാണ്. പൂതക്കുളം പഞ്ചായത്തിലെ 5.5 ഏക്കറിൽ ഇന്ന് പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പച്ചക്കറികളിലെ കീടനിയന്ത്രണത്തിന് നട്ട ചെണ്ടുമല്ലികളും പൂവിട്ടു. ഞാൻ കർഷകനല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കളിയാക്കിയപ്പം അവരെക്കാൾ വലിയ കർഷകനാവണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് കൃഷിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ കൃഷിയിലേക്ക് വന്ന് കൃഷി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞിട്ട് ഫുൾ ടൈം കൃഷിയിലേക്ക് മാറിയൊരവസ്ഥയിലാണ്. ഇപ്പം ഞാൻ ഈ 5 ഏക്കർ പറയുന്നെങ്കിലും ഒരു മാസം കൂടി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൃഷിഭൂമിയുടെ വ്യാപ്തി ഒരു 8.5 ഏക്കറിലേക്ക് എത്തും. അതായത് പഞ്ചായത്തിന്റെ മൊത്തം പച്ചക്കറി ഉൽപ്പാദനത്തിന്റെ 10% എൻ്റെ പേരിലാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങൾക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ചെത്ത് തൊഴിലാളിയാണ് രാജേഷ്. തൊഴിലിന് താൽക്കാലിക അവധി കൊടുത്തു തുടങ്ങിയ കൃഷി 8.5 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കട്ട സപ്പോർട്ടുമായി കുടുംബവും കൂടെയുണ്ട്. രാജേഷിലെ കർഷകന് കൈയടിച്ച് നാട്ടുകാരും ഒപ്പമുണ്ട്. ന്യൂസ് 18 കൊല്ലം. ഇനി നമ്മൾ ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ കാണാം. ഓണം വന്നോണം വന്നേ നാടെങ്ങും ഓണം വന്നേ
കാരണം വയലുകൾ തരിശായിടുന്ന കാലത്ത് വയലിൽ കുരുമുളക് 100 മേനി വിളയിക്കുകയാണ് കൊല്ലം ജില്ലയിലെ യുവ കർഷകനായ അനിൽകുമാർ. കോയമ്പത്തൂരിൽ സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻ ചെയർമാൻ ആയിരിക്കുമ്പോഴും സ്വന്തം നാടായ ഉറുകുന്നിൽ കൃഷിയിൽ വ്യാപൃതനാണ് അനിൽ. തരിശായി കിടന്ന വയൽ കൃഷിക്ക് അനുയോജ്യമായി പാകപ്പെടുത്തിയ ശേഷം അനിൽ പ്രത്യേക രീതിയിലൂടെയാണ് കുരുമുളക് കൃഷിയിൽ 100 മേനി വിജയം കൊയ്യുന്നത്. നമുക്ക് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു വെറ്റ് ലാൻഡാണ്. അപ്പോൾ അതിനകത്ത് കുരുമുളക് കൃഷി ചെയ്യുന്നത് വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കൃഷി കരയ്ക്ക് നമ്മൾ ട്രഡീഷണലി ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ഇതിനകത്ത് ഈ ഒരു കൊളിബ്രീനിയോ എന്ന് പറയുന്ന ഒരു ചെടി, ബ്രസീലിയൻ തിപ്പിലി എന്ന് പറയും, കാട്ടുതിപ്പിലി എന്ന് പറയും. അതിനകത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പരീക്ഷിച്ച്, അപ്പോൾ അത് കിളിക്കുകയും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുകയും അത് കണ്ടപ്പം നമ്മളൊരു വലിയ തോതിൽ നമ്മളിവിടെ ചെയ്തു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 2.5 ഏക്കറുള്ള വയലിൽ 2 ഏക്കറിലാണ് കുരുമുളക് കൃഷി ആരംഭിച്ചത്. ബ്രസീലിയൻ തിപ്പില എന്ന മരത്തിൽ കുരുമുളക് വിജയകരമായി പടർത്താമെന്ന് മനസ്സിലാക്കി. ആദ്യം സ്വന്തമായി നിർമ്മിച്ച കോൺക്രീറ്റ് തൂണിൽ കുരുമുളക് ചെടി പടർത്തി. അതിന് ചുവട്ടിലായി ബ്രസീലിയൻ തിപ്പലി നട്ടു. കുരുമുളക് പാകമായി കഴിഞ്ഞാൽ കോൺക്രീറ്റ് തൂണിൽ പടർത്തിയിരിക്കുന്ന കുരുമുളക് ചെടി ബ്രസീലിയൻ തിപ്പലിയിലേക്ക് മാറ്റി പടർത്തും. ഇതാണ് കൃഷിരീതി. വയലിൽ കുരുമുളക് കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിടത്തു നിന്നാണ് അനിൽ 100 മേനി വിജയം കൊയ്തിരിക്കുന്നത്. പ്രകൃതിദത്തമായ വളമാണ് ഉപയോഗിക്കുന്നത്. കൃഷിക്കായി ചെലവാക്കുന്ന തുക ആദ്യ വിളവിൽ തന്നെ തിരികെ ലഭിക്കുമെന്നതും പ്രത്യേകതയാണ്. അത്തരത്തിൽ മികച്ച കായ്ഫലമാണ് ഇപ്പോൾ ലഭിച്ചത്. കറുത്ത പൊന്നിനെ പൊന്നുപോലെ പരിപാലിച്ചാൽ മികച്ച വിജയം കൊയ്യാമെന്ന് യുവ കർഷകനായ അനിൽകുമാർ കാട്ടിത്തരുന്നു. സംസ്ഥാന കൃഷി വകുപ്പ് അനിലിന്റെ കൃഷിരീതി പാഠമാക്കേണ്ടതാണ്. ന്യൂസ് 18 പുനലൂർ. കടലിൽ മാത്രമല്ല, നിലമൊരുക്കൽ തുടങ്ങിയാൽ വള്ളുവനാട്ടിലെ പാടശേഖരങ്ങളിലും മത്സ്യചാകര കാണാം. പട്ടാമ്പി ആമയൂരിലാണ് 2ാം വിള കൃഷിക്കൊരുങ്ങിയ പാടങ്ങളിൽ മത്സ്യക്കൂട്ടങ്ങൾ നാട്ടുകാരിൽ ആഘോഷം തീർക്കുന്നത്. പാലക്കാട് പട്ടാമ്പി, ആമയൂർ, കിഴക്കേക്കര, നെടുമ്പ്രക്കാട് പാടശേഖരങ്ങളിലാണ് മത്സ്യക്കൂട്ടം. 2ാം വിള നെൽകൃഷിക്കുള്ള നിലമൊരുക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചപ്പോഴാണ് മത്സ്യങ്ങൾ പൊങ്ങിയത്. കഴിഞ്ഞ കൊല്ലവും നിലമൊരുക്കുന്ന പ്രവൃത്തിയിൽ മത്സ്യലഭ്യതയുണ്ടായി. ട്രാക്ടർ ഉപയോഗിച്ച് പാടത്ത് ഉഴുതുമറിക്കൽ തുടങ്ങിയപ്പോഴാണ് മീനുകൾ കൂട്ടത്തോടെ കാണപ്പെട്ടത്. വിവരം പരന്നതോടെ മിനിറ്റുകൾ കൊണ്ട് പാടത്ത് മീൻപിടുത്തക്കാരുടെ തിരക്കേറി. കണ്ണൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് കൂടുതലും ലഭിച്ചത്. ട്രാക്ടർ കടന്നുപോകുന്ന സ്ഥലങ്ങളിലൂടെ ഇവർ സഞ്ചരിക്കും. മീൻ ശ്രദ്ധയിൽപ്പെട്ടാൽ വടികൊണ്ടടിച്ച് സഞ്ചിയിലാക്കും. ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ 10-25 ഇതാ സിദ്ധിക്കപ്പോ രാവിലെ 1.5 ചാക്കോളം കൊണ്ടുപോയി. നാടൻ ജലാശയങ്ങളിലും പാടങ്ങളിലും കാണുന്ന ആഫ്രിക്കൻ മുഷി, കടു, തിലോപ്പി, പരൽ എന്നിവയാണ് ഇവർ കൂടുതലായും വയലുകളിൽ നിന്നും പിടികൂടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ജൈവ വൈവിധ്യ സമ്പന്നമായ കാസർഗോഡ് ചീമേനി അരിയിട്ടപ്പാറയുടെ സംരക്ഷണത്തിനായി ഒത്തുചേർന്ന് 40 ചിത്രകാരന്മാർ. പരിസ്ഥിതി ലോല പ്രദേശത്ത് വൻകിട പദ്ധതികൾക്ക് ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് 4 ജില്ലകളിൽ നിന്നുള്ള ചിത്രകാരന്മാർ ഒത്തുചേർന്നത്. ചരിത്രശേഷിപ്പുകൾ നിറഞ്ഞതും ജൈവ വൈവിധ്യ സമ്പന്നവുമായ അരിയിട്ടപ്പാറയുടെ സംരക്ഷണത്തിനായാണ് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 40 ചിത്രകാരന്മാർ ഒത്തുചേർന്നത്. 1800 വർഷം മുമ്പ് മഹാശിലാ കാലഘട്ടത്തിലെ മനുഷ്യർ നിർമ്മിച്ച ചെങ്കല്ലറകളും പാറപ്പുറത്തെ കൊത്തുചിത്രങ്ങളും കണ്ടെത്തിയ പ്രദേശമാണ് ഇവിടം. പാരിസ്ഥിതികവും ചരിത്രപരവുമായ പ്രത്യേകതകൾ അവഗണിച്ചാണ് ആണവ വൈദ്യുത നിലയം, സോളാർ പാർക്ക്, മാലിന്യ സംഭരണ പദ്ധതി എന്നിവ അരിയിട്ടപ്പാറയിലും പരിസര പ്രദേശത്തുമായി ആരംഭിക്കാനിരിക്കുന്നത്. ഇതിന്റെ സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇത് നിലനിൽക്കണമെങ്കിൽ, വരുന്ന തലമുറക്കും ഇത് ഇതേപടി നമുക്ക് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടുത്തെ പ്രകൃതിയെ ഇതേപടി നിലനിർത്തിക്കൊണ്ട് വരുന്ന തലമുറയ്ക്കും ഈ ഭൂമി ഇതേപോലെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. നമ്മുടെ ജൈവ സമ്പത്ത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതിയെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിനായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അരിയിട്ടപ്പാറയും ഈ പോത്താങ്കണ്ടത്തിൻ്റെയും പിന്നെ പ്രകൃതിയുമായിട്ട് നമ്മൾ വലിയ നിലയിലേക്കുള്ളൊരു സമ്പർക്കം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രക്കാർ കേരള എന്ന കൂട്ടായ്മയാണ് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സഹകരണത്തോടെ പള്ളം എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണ ചിത്രകല ക്യാമ്പ് സംഘടിപ്പിച്ചത്.
അരിയിട്ടപ്പാറയിലെ അതിപുരാതന കൊത്തുചിത്രങ്ങളും നീർച്ചാലുകളും പള്ളങ്ങളും ക്യാൻവസുകളിൽ നിറഞ്ഞു. പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും പാരിസ്ഥിതിക കടന്നുകയറ്റത്തിനെതിരെയും നിറങ്ങൾ ചാലിച്ച് കലാകാരന്മാർ പ്രതിഷേധം കുറിച്ചു. വിവിധ ജില്ലകളിൽ പ്രതിഷേധ ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കും. ന്യൂസ് 18 ചീമേനി. എറണാകുളം ജില്ലയിലെ പേപ്പതിയിൽ ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം തുറന്നു. ചിന്നയ അന്തർദേശീയ കേന്ദ്രം 35 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ശ്രീ ശങ്കരാചാര്യരുടെ മാതൃഗ്രഹമായ മേൽപ്പാഴൂർ മന സ്ഥിതി ചെയ്യുന്ന വെളിയനാട് ചരിത്രാന്വേഷകരുടെയും വേദാന്തികളുടെയും തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ആദിശങ്കര നിലയത്തിലേക്കുള്ള പ്രവേശന കവാടമായ പേപ്പതിയിൽ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സമന്വയമായാണ് ഈ വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രം, വിശ്രമമുറി, ലൈബ്രറി, അക്ഷയ കേന്ദ്രത്തിനുള്ള സൗകര്യം തുടങ്ങി വിവിധോദ്ദേശ മാതൃകയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഭിന്നശേഷി സൗഹൃദമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി പ്രത്യേകം വിശ്രമ കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനായുള്ള സംവിധാനവും ശുചിമുറിയും ഒരുക്കിയിട്ടുണ്ട്. ചിന്മയ മിഷൻ സ്ഥാപനങ്ങളുടെ കേരള ഹെഡ് വിവിക്താനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ അനൂപ് ജേക്കബ് MLA മുഖ്യാതിഥിയായി. ശങ്കരാചാര്യരുടെ സ്മരണയിൽ കേരള ചിന്മയ മിഷൻ 35 ലക്ഷം രൂപ ചെലവിലാണ് വിശ്രമകേന്ദ്രം നിർമ്മിച്ചത്. ശോച്യാവസ്ഥയിലായിരുന്ന പഴയ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു നിർമ്മിച്ച മന്ദിരത്തിന്റെ മുകളിലത്തെ നിലയിൽ ശങ്കരാചാര്യരുടെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പിറവം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമായേക്കും. പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി 12 കോടി രൂപ പ്രഖ്യാപിച്ച് ധനമന്ത്രി. ബസ് സ്റ്റാൻഡിൽ സന്ദർശനം നടത്തിയ മന്ത്രിക്ക് SFI കാലത്തെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയായി. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ ദയനീയാവസ്ഥയ്ക്ക് ഉടൻ മോചനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ധനമന്ത്രി KN ബാലഗോപാൽ സ്ഥലം സന്ദർശിച്ചു. സ്റ്റാൻഡ് നവീകരണത്തിന് ആവശ്യമായ പണം ധനവകുപ്പ് അനുവദിക്കുമെന്നും 12 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന ചിലവെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ ആദ്യ ഘട്ടമായിട്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഇവർ വെച്ചേക്കുന്ന പ്രപ്പോസൽ 12 കോടിയാണ്. ചിലപ്പോൾ എസ്റ്റിമേറ്റിന്റെ ചില അധികം കൂടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഷെഡ്യൂൾ ചേഞ്ച് അതിന് പണം അനുവദിക്കും. അത് ഇന്ന് നോക്കിയിട്ട് ആ പണം അനുവദിച്ച് ബസ് സ്റ്റാൻഡ് അടിയന്തരമായിട്ട് ഇവിടെ നിർമ്മിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ധനകാര്യ വകുപ്പ് അതിനാവശ്യമായ പണം അനുവദിക്കും. പഴയകാലത്തെ ഓർമ്മ പുതുക്കൽ കൂടിയായി മന്ത്രിക്ക് ഇവിടം. SFI കാലത്ത് പരിപാടികൾക്ക് പോകാൻ സ്ഥിരം വന്നിരുന്നു. അന്ന് പക്ഷേ ഇത്രയും വെള്ളക്കെട്ടുണ്ടായിരുന്നില്ലെന്നും മന്ത്രി. അന്ന് മന്ത്രിക്കൊപ്പം കൊച്ചി മേയർ അനിൽകുമാറും ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടും മാലിന്യങ്ങളും തകർന്ന ഭിത്തിയുമായി നിൽക്കുന്ന സ്റ്റാൻഡ് നവീകരിക്കുമെന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളുടെയും മന്ത്രിമാരുടെ സന്ദർശനങ്ങളുടെയും ഒക്കെ ഒടുവിലാണ് ധനമന്ത്രി നേരിട്ടെത്തിയത്. മുൻപ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് തുക അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും സ്ഥലം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്കൊടുവിൽ നിർമ്മാണം മുന്നോട്ടു പോയില്ല. നിലവിലുള്ള KSRT സ്റ്റാൻഡിന് സമീപം നേരത്തെ തീരുമാനിച്ചിരുന്ന കാരക്കാമുറിയിലെ സ്ഥലത്ത് തന്നെയായിരിക്കും പുതിയ സ്റ്റാൻഡ് നിർമ്മാണം. ന്യൂസ് 18 കൊച്ചി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകുന്നില്ലെന്ന് പരാതി. ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിച്ച് കോഴിമല സ്വദേശി KB ഓമന. വനംവകുപ്പിന്റെ NOC ലഭിക്കാത്തതിനാലാണ് അനുമതി നൽകാത്തതെന്ന് അധികൃതരും വിശദീകരിക്കുന്നു. കാഞ്ചിയാർ കോഴിമലയിലെ കൈവശാവകാശ ഭൂമിയിൽ 40 വർഷമായി സ്ഥിരതാമസക്കാരിയാണ് ഓമന. ക്യാൻസർ രോഗിയായ ഓമനയ്ക്ക് കഴിഞ്ഞ വർഷമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് അനുവദിച്ചത്. എന്നാൽ പഞ്ചായത്ത് അനുമതി നൽകാത്തതിനാൽ വീട് നിർമ്മാണം തുടങ്ങാൻ സാധിച്ചിട്ടില്ല. ഇനി വീട് കിട്ടാതെ വീടിന് പെർമിറ്റ് അനുവദിക്കാതെ മന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് എവിടുന്നെങ്കിലും ഞങ്ങൾക്ക് വീട് അനുവദിക്കാതെ ഞാൻ ഇവിടുന്ന് എഴുന്നേക്കില്ല. മരിച്ചു വീണാലും ഇവിടുന്ന് എഴുന്നേക്കില്ല. ഞങ്ങൾക്ക് വീട് വേണം. ഞങ്ങളുടെ അവകാശമാണത്. ഞങ്ങൾക്ക് ആ അവകാശത്തിന് ആരും പരാതി കൊടുക്കാനില്ല. പരാതി കൊടുത്താലും ഞങ്ങൾക്ക് വീട് വേണം. ഞങ്ങളുടെ തേക്കും പ്ലാന്റേഷനാണ്. സെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന ഭൂമി അല്ല ഞങ്ങളുടെ. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് പെർമിറ്റ് തരാതെ ഇരിക്കുന്നേ? ഞങ്ങൾ നടക്കേണ്ട വഴിയെല്ലാം നടന്നു മടുത്തു. അതുകൊണ്ടാണ് ലാസ്റ്റ് പഞ്ചായത്തിൻ്റെ ഓഫീസിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാമെന്ന് കണക്ക് കൊടുത്തത്. ഇരിക്കാൻ പറ്റുമായിട്ടല്ല, ശരീരം തളർന്നു. ഷുഗറും ഉണ്ട്, ക്യാൻസറും ഉണ്ട്. ഇതേ എനിക്ക് പറ്റിയല്ല, എന്നാലും ഞാനിവിടെ ഇരിക്കുവാണ്. രേഖകൾ പ്രകാരം ഓമന താമസിക്കുന്ന സ്ഥലം വനംവകുപ്പിന്റെ തേക്ക് തോട്ടം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ കളക്ടർ അതുപോലെ തന്നെ മന്ത്രിമാരടക്കം എല്ലാവരെയും പോയി കാണുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ ഇതുവരെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് ഈ സ്ത്രീ അടക്കം 10-22 ആളുകൾക്കാണ് നമുക്ക് ഇങ്ങനെ വീട് കൊടുക്കാൻ സാധിക്കാത്തത്. കട്ടപ്പന ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ വീട് അനുവദിച്ചിരിക്കുന്നത് കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇപ്പോൾ തന്നെ PMAVയുടെ 142 വീട്, ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 28 വീട്, അങ്ങനെ 150-160 വീടുകൾ പണി പല ഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭൂപ്രശ്നം പരിഹരിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വീട് നൽകാവുന്നതാണ്. അത് പഞ്ചായത്ത് അതിൻ്റെ ആഘോഷക്കുറവല്ല, പെർമിറ്റ് നൽകാത്തത്, NOC ലഭിക്കാത്തതാണ് അതിൻ്റെ പ്രധാന കാരണം. ആദിവാസി സെറ്റിൽമെന്റ് ഭൂമിയിൽ മറ്റു വിഭാഗങ്ങൾക്ക് വീട് അനുവദിക്കില്ലെന്ന വനം വകുപ്പിന്റെ നിലപാടാണ് പ്രതിസന്ധിക്ക് കാരണം. തനിക്ക് അവകാശപ്പെട്ട വീട് ലഭിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഓമനയുടെ ഒറ്റയാൾ പോരാട്ടം. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റയിൽ നവീകരിച്ച റോഡ് തുറന്നുകൊടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 40 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നവീകരണം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഏറെക്കാലമായി തകർന്നുകിടന്ന കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ പാറ വരെയുള്ള റോഡാണ് ഇന്റർലോക്ക് കട്ട വിരിച്ചും കോൺക്രീറ്റ് സുരക്ഷ ഒരുക്കിയും നവീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം. ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. കുറേ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ CMLRP ഫണ്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട MLA ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 40 ലക്ഷം രൂപ അനുവദിക്കുകയും അതിന്റെ ഭാഗമായി അതിമനോഹരമായി കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ പാറ വരെ 300 മീറ്റർ ദൂരം ഇന്റർലോക്ക് വിരിക്കുകയും ചെയ്തു. 4.5 മീറ്റർ വീതിയിൽ 300 മീറ്റർ ദൂരമാണ് ആദ്യഘട്ടം എന്നുള്ള രൂപത്തിൽ ഇന്റർലോക്ക് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. 300 മീറ്റർ റോഡാണ് നവീകരിച്ചത്. ഓങ്ങല്ലൂർ ഭാഗത്തു നിന്ന് ചെർപ്പുളശ്ശേരി റോഡിലേക്കും വല്ലപ്പുഴയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പാത കൂടിയാണ് ഇത്. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി ഇരട്ടയാർ അണക്കെട്ടിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം. വൈകുന്നേരങ്ങളിൽ നിരവധി പേർ ഡാമിന്റെ പരിസരത്ത് എത്താറുണ്ട്. പ്രാദേശിക വികസനത്തിന് സാധ്യമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ മുന്നോട്ട് വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഡൈവേർഷൻ ഡാമാണ് ഇരട്ടയാറിലുള്ളത്. കല്ലാർപ്പുഴയിൽ നിന്നും ടണൽ വഴി എത്തിക്കുന്ന വെള്ളവും കൊച്ചുതോവാള ഭാഗത്തു നിന്നുള്ള പുഴയിലെ വെള്ളവും ഇരട്ടയാർ അണക്കെട്ടിലെത്തിച്ച് ടണൽ വഴി ഇടുക്കി ഡാമിലേക്ക് തിരിച്ചുവിടുകയാണ്. അതിനാൽ ഇരട്ടയാർ തടാകം എപ്പോഴും ജലസമൃദ്ധമാണ്. കരയിലെ മുളങ്കാടുകളും തടാകത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നവയാണ്. ഇരട്ടയാർ അണക്കെട്ടും സമീപ പ്രദേശങ്ങളും വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള പ്രദേശം കൂടിയാണ്. ഇരട്ടയാർ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇരട്ടയാർ ഡാം സൈറ്റ് ഏരിയ വിനോദസഞ്ചാര സാധ്യതകൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, കയാക്കിംഗ്, ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും അമ്യൂണിറ്റി സെൻറ്റർ ഉൾപ്പെടെയുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ ധാരാളം സഞ്ചാരികൾ, അല്ലാതെ തന്നെ ഇതുവഴി വരുന്ന സഞ്ചാരികൾ ഇവിടെ ഇറങ്ങി മണിക്കൂറുകൾ ചെലവഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ പ്രദേശവാസികൾക്ക് അവരുടെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും സാധ്യമായ ഒരു പദ്ധതിയാണ് ഈ ഇരട്ടയാർ ഡാം സൈറ്റിൻ്റെ വികസനം എന്ന് പറയുന്നത്. ത്രിതല പഞ്ചായത്തുകൾ ഇടപെട്ടാൽ വൈദ്യുതി വകുപ്പുമായി ചേർന്ന് ഇരട്ടയാർ ഡാം സൈറ്റിൽ നിരവധി വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കാനാവുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഡാമിന്റെ വശങ്ങളിൽ പൂന്തോട്ടം നിർമ്മിച്ച് ഇരിപ്പിടങ്ങളും സ്ഥാപിക്കാം. തടാകത്തിൽ പെഡൽ ബോട്ടും കയാക്കിങ്ങും ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തിയാൽ സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കാനാകും. സർക്കാരിന് വലിയ വരുമാനം ലഭിക്കാനിടയുള്ള ഇരട്ടയാർ ഡാം ടൂറിസം പദ്ധതി നടപ്പാക്കാൻ അധികൃതരുടെ ഇടപെടലുണ്ടാവണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത വിപുലീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അടിപ്പാതയ്ക്കെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. നിലവിലെ അടിപ്പാത വാഹന ഗതാഗതത്തിന് പര്യാപ്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. കൂടുതൽ സൗകര്യപ്രദമായ അടിപ്പാതയ്ക്ക് വേണ്ടിയാണ് നാട്ടുകാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. ചെറുവത്തൂർ ദേശീയപാതയിൽ നിന്നും വ്യാപാര ഭവൻ റോഡിലേക്കുള്ള അടിപ്പാത നിലവിൽ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും മാത്രമാണ് ഉപകാരപ്പെടുന്നത്. കാർ, ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾക്ക് നിലവിലെ അടിപ്പാത പര്യാപ്തമല്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. എതിർദിശയിൽ ഒരു വാഹനം വന്നാൽ മറുഭാഗത്തെ വാഹനത്തിന് ദേശീയപാതയിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. ഇത് ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണ് വ്യാപാരി ഭവൻ റോഡ്. ദേശീയപാതയുടെ ആദ്യ അലൈൻമെന്റ് പ്രകാരം അടിപ്പാത ഇല്ലാതിരുന്ന ഇവിടെ നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിലാണ് അടിപ്പാത അനുവദിച്ചത്. എന്നാൽ വളരെ ചെറുതും വീതി കുറഞ്ഞതുമായ അടിപ്പാത വാഹന ഗതാഗതത്തിന് പര്യാപ്തമല്ല. കൂടുതൽ വലിയ അടിപ്പാതയ്ക്ക് നാട്ടുകാർ ശ്രമം നടത്തിയെങ്കിലും ഫലം കാണാതെ വന്നതോടെയാണ് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ.
ഇനി നമ്മൾ രാവിലെയിൽ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ് കിടക്കുന്നത്. സ്പെഷ്യൽ ഡേയിൽ ആരൊക്കെയാണ് നമുക്കൊപ്പം ചേരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ന്യൂസ് 18ന്റെ ഒരു പ്രേക്ഷക കൂടിയായ കുട്ടി പ്രേക്ഷകയായ ധ്വനി എസ് വിശ്വാസിന്റെ ജന്മദിനമാണ്. അപ്പോൾ ധ്വനിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞ് ന്യൂസ് 18 മെസ്സേജ് അയക്കുകയായിരുന്നു. അപ്പോൾ ധ്വനിമോക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. ഇന്ന് 15ാം പിറന്നാൾ ആഘോഷിക്കുന്ന അനുഷ്ക ലക്ഷ്മിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പാലക്കാട് ന്യൂസ് 18 ചാനലിന്റെ സാരഥി പ്രതീഷിന്റെ മകളാണ് അനുഷ്ക. അപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ പ്രതീഷ്, അമ്മ ഇന്ദു, അനിയൻ അദ്വൈത എന്നിവരാണ്. അനുഷ്ക മോൾക്ക് ന്യൂസ് 18ന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. തൃശൂർ പേരാമംഗലം സ്വദേശികളായ സുരേഷ് ബാബുവിന്റെയും നീതു സുരേഷിന്റെയും 14ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് മക്കളായ ആഗ്നേയ് കൃഷ്ണയും അനൂഷ് ദ്വാനും അദ്രിണി കൃപയും പിന്നെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ സുരേഷിനും നീതുവിനും ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇതേപോലെ വളരെ മനോഹരമായ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. ദുബായിലുള്ള കിയാൻഷ് രാജേഷ്, അയാൻഷ് രാജേഷ് എന്നിവരുടെ 5ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ രാജേഷ്, അമ്മ ദീപ്തി, അമ്മമ്മ ഗീത, മാമൻ ദീപക്, ആന്റി ചിത്ര എന്നിവരാണ്. അപ്പോൾ കിയാൻഷിനും അയാൻഷിനും എല്ലാവിധ ആശംസകളും ന്യൂസ് 18 കുടുംബവും അറിയിക്കുകയാണ്. രണ്ടുപേരുടെയും പേര് നല്ല കടുകെട്ടിയാണ് കേട്ടോ പറയാൻ, പക്ഷെ നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. വെരി ഹാപ്പി ബർത്ത്ഡേ. ദക്ഷ ഏവിയുടെ 7ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ വിശാഖും അമ്മ അഖിലയുമാണ്. സഹോദരങ്ങളായ ദക്ഷിതും ദിഹയും ദക്ഷമോൾക്ക് ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മാത്രമല്ല ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും ദക്ഷമോളെ അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ മോളെ. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തക നിത്യ പി നായരുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ നിത്യ ചേച്ചി ഞങ്ങളുടെ ഓഡിയോ എഞ്ചിനീയർ ആണ്, ഓഡിയോ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ഈ ആങ്കേഴ്സ് ഒക്കെ പറയുന്ന ശബ്ദം പ്രേക്ഷകരിലേക്ക് വളരെ കൃത്യമായി എത്തിക്കുന്ന ആളാണ്. അപ്പോൾ നിത്യ ചേച്ചിക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നിത്യ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുകയായിരിക്കും. ആ തിരക്കിനിടയിൽ വാർത്തകളും കൂടി കാണുക, ന്യൂസ് 18നോടൊപ്പം ചേരുക. നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ന്യൂസ് 18ന്റെ ഓണാഘോഷ പരിപാടികൾ കൂടിയാണെന്ന്. അപ്പോൾ പ്രേക്ഷകർക്കും ന്യൂസ് 18ന്റെ ഓണാഘോഷ പരിപാടികൾ ലൈവായി കാണാം. യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ബുള്ളറ്റിനിടയിലും ചെറുതായിട്ടൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. നമസ്കാരം.